നമ്മൾ രാവിലെ തന്നെയാണ് തുടങ്ങുന്നത്. അതായത് എന്നും രാത്രി ആയിട്ട് നമ്മളെ വീഡിയോ കുറച്ച് ക്ലിയർ അല്ല. അപ്പൊ നമ്മള് ചെമ്പൊന്ന് കാണിച്ചു കൊടുത്താ ഇതാട്ടോ, നമ്മളെ ഈത്തപ്പായാണ് കേട്ടോ അപ്പൊ നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഈത്തപ്പായം വേവിച്ചതാണ്. അപ്പോൾ ഈത്തപ്പയൊക്കെ നമ്മളത് ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഒരു ആട്ടിലേഹം വിരകണിക്ക് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈത്തപ്പായ ലേഹം ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരോടും കൂടി പറയാണ്, ഇതിൽ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഈത്തപ്പായം കൂടി ഇടുന്നുണ്ട് കേട്ടോ. മക്കളെ നമ്മളെ ചെറുള്ളി വേവിച്ചതാട്ടോ അപ്പം നമ്മൾ ഇട്ടത്. 50 കിലോന്റെ അടുത്തോളം നമ്മൾ ചെറുള്ളി ഇടുന്നു കേട്ടോ. അതാ ഒന്ന് കാണിച്ചു കൊടുത്താ. അപ്പൊ നിങ്ങളെ മുന്നിൽ നമ്മൾ എന്താണോ ഇടണത് അത് മുഴുവനും നമ്മൾ കാണിച്ചു തന്നിട്ടാണ് കേട്ടോ ചെയ്യണത്. ഉലുവ മക്കളെ വേവിച്ചത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ തലേന്ന് തന്നെ തുടങ്ങി വെക്കേണ്ടത്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ തലേന്ന് വേവിച്ച് വെച്ചതാട്ടോ. ഉലുവ ഇനിയുണ്ട് 2 ചമ്പട്ടി നമുക്ക് പാരാം. ആദ്യം നമ്മൾ ആടിനൊക്കെ അറുത്തുള്ള വീഡിയോസ് ഒക്കെ കാണിച്ചു. ഇനി നമുക്ക് അതൊന്നും പറ്റൂല. അപ്പൊ ദാ ഒരാടിനെ ഫുള്ളായിട്ട് അറുത്തിട്ടുള്ള അതിന്റെ സൂപ്പാട്ടത്. അപ്പൊ നമ്മൾ അക്കൗണ്ട് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്താളി. സൂപ്പാട്ടെന്ന് കാണിച്ചു കൊടുത്തതാ. നല്ല നെയ്യുള്ള ആടാട്ടോ അപ്പൊ നമ്മൾ ഒഴിച്ചത്. നല്ല കൊറ്റനാടിന്റെ സൂപ്പാണെന്ന് കാണിച്ചു കൊടുത്താ. അതൊക്കെ നമ്മള് സൂപ്പ് ഒഴിച്ചുവിട്ട നമ്മള് ആടിന്റെ. അപ്പൊ ഒരു ആടിന്റെ കയ്യും കാലും ഊരിയും വാര്യലും നട്ടലും ഒരാടിന്റെ ഫുള്ളായിട്ട് എല്ലാ ഇറച്ചി ഇപ്പൊ ഇറച്ചിനെ നമ്മൾ ഫുള്ള് എടുത്തിട്ട് എടുക്കലുണ്ട് കേട്ടോ. പറയണെങ്കിൽ ഒക്കീനും എടുത്തിട്ട് അതിന്റെ സൂപ്പിലാണ് ഇതാ കണ്ടില്ലേ, ഇത് ഒരു നമ്മളെ സൂപ്പാണ്. അതിന്റെ സൂപ്പിലാണ് നമ്മൾ ആട്ടിലേഹം നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അത് ആരോഗ്യകരമായിട്ട് നമ്മുടെ എല്ലുകൾക്ക് ബലം കിട്ടാന് ശക്തി കിട്ടാന് ദാമ്പത്യ ജീവിതത്തിന് പുരുഷന്മാർക്ക് നല്ലതാണ്. ഇനി സ്ത്രീകൾക്കൊക്കെ നല്ലതാണ്. ഈ വെള്ളം പോക്കിന്റെ അസുഖമുള്ളവർക്ക് അതുപോലെ നമ്മൾ എല്ലുരുക്കത്തിന്റെ അസുഖമുള്ളവർക്കൊക്കെ നല്ലതാണ്. എല്ലുകൾക്ക് ബലം കിട്ടാനാണ്. ഈ എല്ലുകൾക്ക് ബലം ഇതാവുമ്പോ തന്നെയാണ് ഈ എല്ലുരുക്കത്തിന്റെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരിക. അപ്പൊ അതിനൊക്കെ നല്ല പിന്നെ കൈക്കാല് വേദന, ഊരവേദന, ഗൾഫിൽ ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മളെയൊക്കെ നാട്ടിലേഹം വാങ്ങിയിട്ട് നല്ലൊരു ആശ്വാസം ഉണ്ട് എന്ന് ഇപ്പൊ നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമാണ്. അപ്പൊ മക്കളെ നമ്മളെ സൂചിക്കോതമ്പ്, നവരൈരി, ചൊളാണ്ടി ഒക്കെ ഇതാക്കിയതാണ് കേട്ടോ. കമ്പപ്പൊടി ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇതാ എല്ലാ ധാന്യക്കൂട്ടുകളും കൂടി കൂടികാണ്ട് ഇതാക്കിയതാട്ടോ അപ്പൊ നമ്മൾ ഒഴിച്ചത്. നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ അരച്ചതാട്ടത്, കടല അരച്ചതാട്ടത്. മക്കളെ നമ്മളെ തുളസി എടുക്കട്ടെ. നമ്മള് തുളസിന്റെയും കഞ്ഞിക്കുറുക്കലിന്റെയും നീരാട്ടോ. നമ്മളെ കുറുന്തോട്ടിന്റെ വേര് നമ്മള് തിളപ്പിച്ചിട്ടാട്ടോ ഒഴിക്കല്. നമ്മളെ ശർക്കര കേട്ടോ, ശർക്കര ഒഴിക്കിയതാണ്. ചെറിയൊരു മധുരം വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഷുഗറിന്റെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മള് ശർക്കര അതേപോലെ നമ്മളെ ശർക്കരയും കൂടി ചേർത്തിട്ടാട്ടോ നമ്മൾ ഉരുക്കണത്. നമ്മളെ ചെറിയ ജീരകം പൊടിച്ചതാട്ടോ അപ്പൊ നമ്മൾ ഇടുന്നത്. അപ്പൊ മക്കളെ നമ്മളെ ലേഹം ഇതാ നല്ലോണം തിളച്ച് പൊന്തി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒന്നും പറയാനായിട്ടില്ല, ആയി വരുന്നുള്ളൂ. പിന്നെ പെറ്റ് കിടക്കുന്നവർക്ക് മാത്രമാണ് ലേഹ്യം അങ്ങനെയൊക്കെ ഒരു വിചാരം കിട്ടല്ലോ. അങ്ങനെയല്ല കേട്ടോ, നമ്മളെ ലേഹ്യം എല്ലാവർക്കും കഴിക്കാം. അത് ഈ ആട്ടിലേഹം കേട്ടോ, എല്ലാവർക്കും കഴിക്കാം. പിന്നെ നമ്മളെ എല്ലുകൾക്ക് ബലം കിട്ടാൻ അതുപോലെ ഒരുപാട് മെസ്സേജ് നമുക്ക് വന്ന് കിടക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിന് ഒരു പരാജയപ്പെട്ട ഒരുപാട് ആൾക്കാർ കേട്ടോ. അപ്പൊ നമ്മളെ ലേഹ്യം തിന്നിട്ട് അതിന് മാറ്റം വന്ന് കാണ്ട് നമുക്ക് മെസ്സേജ് വന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ ലേഹ്യം തിന്നിട്ട് നമുക്ക് അതിനുള്ള മാറ്റം കിട്ടിക്കണെന്ന് പറഞ്ഞോല്. അപ്പൊ മക്കളെ നിങ്ങളോട് പറയാനുള്ളത്, കണ്ട കുറേ മരുന്നും കാര്യങ്ങളൊക്കെ തിന്നുകാണ്ട് വെറുതെ ഇതാക്കണ്ട. ഇത് പറയാൻ ഒരു മടിയില്ല. അതൊക്കെ നമ്മക്ക് മനുഷ്യന്മാർക്കുള്ളത് തന്നെയാണ് ഇതൊക്കെ. അപ്പൊ ഇനി 1 കിലോ നിങ്ങൾക്ക് മാങ്ങാൻ വെച്ചെങ്കിൽ 1/2 കിലോ കഴിഞ്ഞ് നമുക്ക് കൊണ്ടേക്കാണ് മാങ്ങി നോക്കി. എന്നിട്ട് നിങ്ങളെ മട്ടം പോലെ നിങ്ങൾ മാങ്ങിയാൽ മതിട്ടോ. പിന്നെ നമ്മളെ തടിമക്കും നല്ലതാണ്. ഒരു കെമിക്കൽ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ നിങ്ങൾ കാണണ്ടല്ലോ, ഒരു കെമിക്കൽ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മളെ വീഡിയോസുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഓരോ ആൾക്കാരും നമ്മളോട് പറഞ്ഞത്. എല്ലാം ഒന്നും ഇപ്പൊ നമുക്ക് നിങ്ങളോട് പറയാനും പറ്റൂട്ടോ. എല്ലാരും മുട്ടുന്ന വോയിസ് ഒക്കെ. അപ്പൊ ഇത് കഴിച്ചാലെന്താണോ വീട്ടിൽ എന്തെങ്കിലും ഒരു ഹസ്ബൻഡ് വൈഫ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും വിഷയം നമുക്ക് പുറത്ത് പറയാൻ അറിയില്ലല്ലോ, ഓർക്ക് പറയാനും പറ്റൂല. അപ്പോൾ ഓർക്ക് എന്തെങ്കിലും ഭാര്യക്ക് എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിന് എന്തെങ്കിലും കുറവ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയാ
ഓരോ വീട്ടിൽ കച്ചറുണ്ടാവും, ഓരോരോ പ്രശ്നങ്ങൾ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെ ആവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കി, കഴിച്ചിട്ട് എന്തെങ്കിലും കുറവും ഒക്കെ ഉണ്ടോ നോക്കി. നമ്മളെ പങ്കാളിക്ക് അതായത് നമ്മളെ കൂടെയുള്ള നമ്മളെ പങ്കാളിക്ക് എന്താണ് തൃപ്തിയാവാത്തത് ഉണ്ടാവും, പക്ഷെ അത് പറയാനും പറ്റൂല. അല്ല ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇക്കാരം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ ഇനിയിപ്പോ വേറെ കണ്ട മരുന്നുകളൊക്കെ കുടിച്ചതാണ് നിങ്ങൾ തടി അരപ്പാക്കും വേണ്ട. ഇന്ന് ഞങ്ങളൊന്ന് കഴിച്ചു നോക്കി. 10 റുപ്യ നിങ്ങൾക്ക് പോണങ്ങൾ നോക്കണ്ട. അപ്പോൾ മക്കളെ, വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് തന്നെ വരണം കേട്ടോ, എന്നാലേ സാധനം കിട്ടുള്ളൂ. വാട്സപ്പിൽ വന്നിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ, ഒരാഴ്ച മുന്നെങ്കിലും ബുക്ക്